കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. 40ഉം 41ഉം ചെയ്ത് നമ്മൾ നിർത്തിയപ്പോൾ അതിലെന്താ പറഞ്ഞു വെച്ചാൽ അസുരന്മാരുടെ കാലം വിപരീതം ആവുമ്പോഴാണല്ലോ ഇപ്പോൾ ദേവന്മാർക്ക് അസുരന്മാരെ തോൽപ്പിച്ച് അവിടെ സ്വർഗം തിരിച്ചു കിട്ടുക. അപ്പോൾ ദേവി ദേവന്മാരുടെ അഭീഷ്ടം സാധിപ്പിക്കാനായിട്ട് അസുരന്മാരുടെ സുഹൃതക്ഷയവും കാത്ത് ദേവി ചിരിച്ചും കൊണ്ടും പൊന്നൂഞ്ഞാലാടിക്കൊണ്ടും പിന്നെ പർവ്വതത്തിൽ വസിച്ചു, അല്ലെങ്കിൽ കാലവും കാത്ത് തപസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയതല്ലേ ഭഗവതി. ഇനി അപ്പോഴാണ് സുംഭൻ്റെയും നിസുംഭൻ്റെയും ഭൃത്യന്മാരായിട്ടുള്ള ചണ്ടനും മുണ്ടനും ദേവിയെ കാണാൻ ഇടയാവും. ദേവി അവിടെ ഇരിക്കണത് ഇതുപോലെ ഭംഗിയുള്ളൊരു ദേവി അവിടെ പൊന്നൂഞ്ഞാലാടി അവിടെ അങ്ങനെ ചിരിച്ചും നല്ല സൗന്ദര്യത്തോടു കൂടി ഇരിക്കണത് കാണാൻ ഇടയാവണതാണ് ഈ പറയണത് കേട്ടോ. 42 താമംബികം പരം രൂപം ബിഭ്രതിം സുമനോഹരം ദദർശ ചണ്ഡോ മുണ്ടശ്ച ഭൃത്യൗ സുംഭനിസുംഭയോः ഭൃത്യൗ ചണ്ഡഃ മുണ്ടഃ ച. അതായത് സുംഭൻ്റെയും നിസുംഭൻ്റെയും ഭൃത്യന്മാരായ ചണ്ഡനും മുണ്ടനും എന്ത് സുമനോഹരം പരം രൂപം ബിഭ്രതിം, അതായത് അതിമനോഹര രൂപം പൂണ്ട് അവിടെ ഇരിക്കുന്ന താം അംബികാം ദദർശ, ആ അംബികയെ അല്ലെങ്കിൽ ഈ ജഗജ്ജനനിയെ കണ്ടു. യഥാൽ കണ്ടതാണ്, ആകസ്മികമായിട്ട് കണ്ടതാണ് കേട്ടോ. ചണ്ടിനും മുണ്ടിനും അത് കൂടെ നടക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള സ്ത്രീ എന്ന് വിചാരിച്ച് കാണുകയാണ് കേട്ടോ. അങ്ങനെയാണെന്നില്ല. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള സ്ത്രീരൂപം പൂണ്ട് അവിടെ ഇങ്ങനെ പൊന്നൂഞ്ഞാലിൽ ആടിയിരിക്കണ അതിമനോഹരിയായിട്ടുള്ള ഈ സ്ത്രീയെ അവർക്കറിയില്ല കേട്ടോ ഭഗവതിയെന്നും. ഈ സ്ത്രീയെ സുംഭൻ്റെയും നിസുംഭൻ്റെയും ഭൃത്യന്മാരായിട്ടുള്ള ചണ്ടനും മുണ്ടനും കണ്ടു എന്ന് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. താമംബികം പരം രൂപം ബിഭ്രതിം സുമനോഹരം. ജഗജ്ജനനി മനോഹരിയായിട്ടുള്ള സ്ത്രീരൂപം കൊണ്ടിരിക്കുകയാണേ. അതാണ് അംബിക എന്ന് പറഞ്ഞു, നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജഗജ്ജനനിയാന്ന്. ദദർശ ചണ്ഡോ മുണ്ടശ്ച ഭൃത്യൗ സുംഭനിസുംഭയോः. ഇനി നമുക്ക് അതായത് ഞാൻ ഇങ്ങനെ വായിക്കായിരുന്നു അല്ലേ, പിന്നെ എന്താണ് മനോഹരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ അത്രശുണ്ടോ? അതായത് ഏതൊരു മനോഹരമായ ഏതൊരു ഭംഗിയുള്ള വസ്തുവിലാണ് നമ്മുടെ മനസ്സങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് പതിച്ചാൽ പിന്നെ അവിടുന്ന് ഇളക്കാൻ സാധിക്കാത്ത അത്ര അതിന് ആകർഷണമുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് അത്ര മനോഹരം എന്ന് പറയുക. അതായത് ഏതൊരു വസ്തുവാണോ മനസ്സിനെ ബാക്കി എല്ലാറ്റിന്നും അടർത്തിയെടുത്ത് ആ വസ്തുവിലേക്ക് ആകർഷിക്കുന്നത്, അങ്ങനെയുള്ള വസ്തുവിനെയാണ് അത്രയും മനോഹരം എന്നുള്ള പറയുക. അതായത് മനോഹരം എന്നുള്ളൊരു ഡെഫിനേഷൻ അതാണെന്ന് വായിച്ചു. അപ്പോൾ ദേവി കണ്ടാൽ പിന്നെ ആർക്കും വേറെ ഒന്നും നോക്കാൻ തന്നെ പറ്റില്ല, അത്ര ആകർഷണമെന്നർത്ഥം. ആ ചുരുക്കം. 43 യദൃച്ഛയാ പര്യടന്തൗ മേദിനീം കാമരൂപിണൗ തൗ ദൃഷ്ട്വാ തത്ര ചാർവംഗിം വിസ്മയാവിഷ്ടചേതസൗ. അപ്പോൾ എങ്ങനെ ദേവി എങ്ങനെ ഇവർ കാണാൻ ഒരു അവസരം ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെ കാണാൻ ഇട വന്നാൽ ചോദിച്ചാൽ കാമരൂപിണൗ തൗ, ഇവർ കാമരൂപിണികളാണ്. അതായത് ഈ അസുരന്മാർക്കൊക്കെ അവനവന് ഇഷ്ടമുള്ള വേഷം എടുത്തിട്ട് നടക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ രാവണനടക്കം രാക്ഷസന്മാർക്കും അസുരന്മാർക്കൊക്കെ ഈ മായാശക്തി ഉണ്ട്. അവർക്ക് വേഷം മാറി നടക്കാൻ പറ്റും. ഇപ്പോൾ പൂതനയാണെങ്കിൽ മഹാലക്ഷ്മി പോലെ ഭംഗിയുള്ള സ്ത്രീയായിട്ടല്ലേ വന്നത് അല്ലേ. പിന്നെ ബാക്കി അസുരന്മാരൊക്കെ ഭഗവാനെ കൊല്ലാനായിട്ട് വന്നവരെ കൊറ്റിയായിട്ടും പാമ്പായിട്ടും അല്ലേ പൈക്കുട്ടിയായിട്ടും
കഴുതയായിട്ട് എന്തൊക്കെയായിട്ട് വന്നു. അപ്പം അങ്ങനെ വേഷം മാറാനൊക്കെ പറ്റി. അപ്പം ഇവർ കാമരൂപണന്മാരാണ്. അതായത് ഇഷ്ടം പോലെ രൂപം മാറാൻ പറ്റും. അവനവൻ്റെ അഭീഷ്ടം അനുസരിച്ച് രൂപം എടുക്കാൻ പറ്റും. അങ്ങനെ അവർ കാമരൂപിണൗത്തൗ അവർ രണ്ടാളും ഇഷ്ടം പോലെ വേഷം മാറ്റി നടക്കാൻ കഴിവുള്ള അവർ മേദിനിയും ഭൂമിയിലെ മേദിനി നമ്മൾ കണ്ടുല്ലോ, മേധസ് കൊണ്ടുണ്ടാക്കിയതാണ് മേദിനിന്ന്. മധുകയുടെ ഭവനത്തിൽ കണ്ടില്ലേ, അവരുടെ മേധസ് കൊണ്ടാണ് ഭൂമി ഉണ്ടാക്കിയതെന്നുള്ളതുകൊണ്ട് മേദിനി എന്ന് പേരെന്നൊക്കെ ഉണ്ട്. അപ്പോൾ മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള അതായത് അവർ ഡിസ്ഗൈസ്ഡ് ഇൻ അനദർ ഫോം ആയിട്ട് ഈ ഭൂമിയിലെ ചുറ്റി നടക്കുക. അപ്പോൾ തത്ര എതിർച്ഛയ ആകസ്മികമായിട്ട് ചാർവങ്കിയും ചാർവങ്കി എന്താ, എല്ലാ അംഗങ്ങളും ഒരുപോലെ ഭംഗിയുള്ള ഈ സ്ത്രീയെ കണ്ടിട്ട് വിസ്മയാവിഷ്ടചേതസൗ ഭയങ്കര അത്ഭുതമായി അവർക്ക്. ഇങ്ങനെ ഹിമാലയത്തിൽ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്കൊരു സ്ത്രീ, ഒരു സാധാരണ സ്ത്രീയല്ല, അതിമനോഹരിയായിട്ടൊരു സ്ത്രീ അവിടെ അങ്ങനെ ഇരിക്കുന്നത് ഇവർ ആകസ്മികമായിട്ട് കാണാൻ ഇടയായതാണ് കേട്ടോ. അതായത് ഭൂമിയിൽ അവർക്കിഷ്ടമുള്ള രൂപം ധരിച്ച അസുരന്മാരെ മനസ്സിലാവില്ല. അവർക്കിഷ്ടമുള്ള രൂപം ധരിച്ചിട്ട് ഈ ചണ്ടനും മുണ്ടനും ഭൂമിയിൽ ഇങ്ങനെ വെറുതെ റോന്ത് ചുറ്റി നടക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെ നടക്കുക. ആ സമയത്താണ് ഹിമാലയത്തിൽ പോകാൻ ഇടയായി. അപ്പോൾ ഹിമാലയത്തിൽ വെച്ചിട്ട് ആകസ്മികമായിട്ട് യാദൃച്ഛികമായിട്ട് ഈ അതിമനോഹരിയായിട്ടുള്ള ഈ സ്ത്രീയെ കണ്ടിട്ട് അവർക്ക് നമ്മൾ പറയില്ലേ അത്ഭുത പരതന്ത്രരായി എന്നൊക്കെ പറയില്ലേ, അത്ഭുത പരവശരായി എന്ന് പറയട്ടെ. അവർ അത്ര അത്ഭുതമായി അവർക്ക്. എന്താ വെച്ചാൽ അത്ര ഭംഗിയുണ്ട്. പിന്നെ അങ്ങനെ വിചാരിക്കുന്നില്ല ഒറ്റയ്ക്കൊരു സ്ത്രീ അവിടെ കാണുന്നൊന്നും. അപ്പോൾ അല്ലാത്ത അത്ഭുതമായി അവർക്ക്. എതിർച്ഛയാ പര്യടന്തൗ മേദിനീം കാമരൂപിണൗ തൗ ദൃഷ്ട്വാ തത്ര ചാർവങ്കിം വിസ്മയാവിഷ്ടചേതസൗ. ഇനി 44. ജഗ്മധുസ്വപുരം രാജൻ സുംഭദർശനലാലസൗ താഭ്യാം സുംഭായ ചാഖ്യാത സാദീവ സുമനോഹരാം. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ ദേവിയോടൊന്നും വർത്താനം പറയാനൊന്നും നിന്നില്ല കേട്ടോ. അവരെന്താ ചെയ്തറിയോ? ഹേ രാജൻ, ഹേ സുരഥ രാജാവേ, എന്താ അവർ ചെയ്ത? സുംഭദർശനലാലസൗ സ്വപുരം ജഗ്മധു. അവർ വേഗം നിശുംഭനെയും അവരുടെ രാജാവാണല്ലോ, ആ രാജാവിൻക്കന്മാരെ കാണാനായിട്ട് വേഗം അവരുടെ നഗരത്തിലേക്ക് തന്നെ മടങ്ങി. സ്വപുരം ജഗ്മധു, അവരുടെ സ്ഥാനത്തൊക്കെ തന്നെ മടങ്ങി വേഗം. ശുംഭനോട് പറയണം അവർക്ക്, അത്ര അത്ഭുതമായി. അപ്പം ഇത് സ്ത്രീയെ പറ്റി പറയാൻ വേണ്ടിയിട്ടേ വേഗം അവരുടെ സ്വപുരത്തിലേക്ക് തന്നെ പോയി. ജഗ്മധു പറഞ്ഞാൽ പോയി. എന്നിട്ടോ അതീവ മനോഹര സാ, അവിടെ ചെന്നിട്ട് അതിമനോഹരിയായ ആ ദേവിയുടെ അവളുടെ അല്ലെങ്കിൽ ദേവിയുടെ താഭ്യം സുംഭായ ആഖ്യാതാച്ച, ആ ദേവിയെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വർണ്ണന ഒക്കെ ശുംഭനോട് പറഞ്ഞു. അവർ വേഗം പോയി, കണ്ട ഉടനെ പോയി. കാരണം അവർക്ക് പറയാൻ വൈകി. ശുംഭനോട് അവർ രാജാവിനോട് സന്തോഷമാവുമല്ലോ. അവർ പറയാൻ വേണ്ടിയിട്ട് വേഗം പോയിട്ട് ഇങ്ങനൊരു അതിമനോഹരമായിട്ട് സ്ത്രീയെ പറ്റിയിട്ട് എല്ലാം അവർക്ക് പറയാൻ പറ്റുന്ന പോലെ വിസ്തരിച്ച എല്ലാ ഗുണഗണങ്ങളൊക്കെ ശുംഭനോട് അങ്ങോട്ട് പറഞ്ഞു. സുമനോഹര ജഗ്മധു സ്വപുരം ശുംഭനാണ് നിശുംഭൻ അനിയനാണല്ലോ. അപ്പോൾ ശുംഭനാണ് നമ്പർ 1 കേട്ടോ. അപ്പോൾ ശുംഭനോട് പറയാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്ന് വിസ്തരിച്ച് ശുംഭനോട് ഈ കണ്ട ദേവിയുടെ ഗുണഗണങ്ങളൊക്കെ അങ്ങോട്ട് വർണ്ണിച്ച് പറഞ്ഞു. ജഗ്മധു സ്വപുരം രാജൻ ശുംഭദർശനലാലസൗ താഭ്യാം ശുംഭായ ചാഖ്യാത സാദീവ സുമനോഹര. എന്നിട്ടോ മുഴുവൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് എങ്ങനെ പറയണമെന്ന് കേട്ടോളൂ കേട്ടോ. കാപ്യാസ്ത്രേ സ്ത്രീ മഹാരാജ ഭാസയന്തി ഹിമാചലം നൈവ താദൃക് ക്വചിത് രൂപം ദൃഷ്ടം കേനചിതുത്തമം. എന്നിട്ട് ശുംഭനോട് പറയണേ, ഹേ മഹാരാജാവേ, ഹേ മഹാരാജ, കാപി സ്ത്രീ ആസ്തേ, ഏതോ ഒരു സ്ത്രീ
ഏതോ ഒരു സ്ത്രീ, അത്രയേ ഉള്ളൂ. പിന്നെ കാപി സ്ത്രീ ആസ്തെ, അവിടെ ഒരു സ്ത്രീ ഉണ്ട്. ഒരു സ്ത്രീ ആ ഹിമാലയത്തിലുണ്ട്. അതാരാണെന്ന് അറിയില്ല, ആരോ ഒരാൾ എന്ന് മാത്രമേ പറയാറ്റുള്ളൂ. അതാണ് പറയുന്നത്. പിന്നെ കാപി സ്ത്രീ ആസ്തെ, അവിടെ ഏതോ ഒരു സ്ത്രീ ഉണ്ട്. പക്ഷേ വളരെ വിശേഷപ്പെട്ട സ്ത്രീ. എന്താ കാരണം വെച്ചാൽ ഹിമാചലം ഭാസയന്തി. ആ സ്ത്രീയുടെ പ്രകാശം കൊണ്ട് ഹിമാലയം തന്നെ പ്രകാശമാനമായി തീർന്നിരിക്കുന്നു. അത്ര ഒരു വിശേഷപ്പെട്ട സ്ത്രീയാണ്. ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞു ആദ്യം, പക്ഷെ പിന്നെ ആ സ്ത്രീയുടെ വിശേഷണം എന്താ? ആ സ്ത്രീയുടെ ശോഭ കൊണ്ട് ഹിമാലയം തന്നെ 4 പുറമൊക്കെ പ്രകാശമാനമായിട്ട് കണ്ടു. തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഹിമാലയം. കേനജിത് ക്വജിത് താതൃക് ഉത്തമം രൂപം ന ദൃഷ്ടമേവ. കേനജിത്ത് പറഞ്ഞാൽ എന്താ? ആരും. ക്വജിത്ത് പറഞ്ഞാലോ ഒരിക്കലും. താതൃക് ഉത്തമം രൂപം, ഇത്ര ഉത്തമമായിട്ടൊരു രൂപം ന ദൃഷ്ടം ഏവ. ഈ ലോകത്തിൽ ആരും ഒരിക്കലും തന്നെ ഇത്ര സുന്ദരമായൊരു രൂപം കണ്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പാണെന്നാണ് പറയണവർ. അങ്ങനെയാണ് പറഞ്ഞത് സുംബനോട്. എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഏതോ ഒരു സ്ത്രീ ആ ഹിമാലയത്തിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ആരാന്നറിയില്ല. ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ ശോഭ കൊണ്ട് ഹിമാലയത്തിനെ മുഴുവൻ ഇങ്ങനെ, പിന്നെ ആ സ്ത്രീയുടെ ശോഭ കൊണ്ട് ഹിമാലയം മുഴുവൻ തിളങ്ങുന്നു. അല്ലെങ്കിൽ ഹിമാലയത്തിനെ പ്രകാശമാനമാക്കാൻ തക്ക പ്രകാശമുള്ളൊരു സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത്. ഈ ഒന്ന് ഉറപ്പ് പറയാം രാജാവേ, എന്താ അറിയോ, ആരും ഒരിക്കലും തന്നെ ഇത്ര സുന്ദരമായൊരു, ഇത്ര വിശിഷ്ടമായിട്ടും ഇത്ര സുന്ദരമായിട്ടൊരു രൂപം ഈ ലോകത്തിൽ ഇതുവരെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാമെന്ന്. കാപ്യാസ്ത്രേ സ്ത്രീ മഹാരാജാ ഭാസയന്തി ഹിമാചലം നൈവ താദൃക്വചിത് രൂപം ദൃഷ്ടം കേനചിതുത്തമം. ഒരിക്കലും ഇത്ര ഉത്തമമായിട്ടൊരു രൂപം ആരും കണ്ടിട്ടുണ്ടാവില്ല. അതായത് ഹിമാലയത്തിനെ തന്നെ പ്രകാശിപ്പിക്കുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവർക്ക് അത്ഭുതമായി ശരിക്കും. അതാണ് 46. ജ്ഞായതം കാപ്യസൗ ദേവി ഗൃഹ്യതം ചാസുരേശ്വര സ്ത്രീരത്നം അതിചാർവംഗീ ദ്യോതയന്തി ദിശസ്ത്വിഷ. അസൗ ദേവി, അസൗ ദേവി എന്താണ്? അസൗ ദേവി കാ അപി ജ്ഞായത. ആ ദേവി ആരാന്നൊന്ന് അറിയണം. ആരാന്നപ്പം ഞങ്ങൾക്കറിയില്ല, അങ്ങൊന്നത് അറിഞ്ഞു വെക്കണം. എന്നിട്ട് അറിഞ്ഞാൽ മാത്രം പോരാ, ഗൃഹ്യതാം ച, അവളെ പിടിച്ചു കൊണ്ടുവരും വേണം. കാരണം അവളെ എത്ര ബുദ്ധിമുട്ടിയാലും അവളെ പിടിച്ചു കൊണ്ടുവന്ന വർത്താണ്. അത്ര ഭംഗിയുള്ള സ്ത്രീയാണ്. മനസ്സിലായില്ലേ? ഇതുവരെ ആരും കാണാത്ത അത്രേ. നമ്മൾ പറയണ പോലെ സൗന്ദര്യോത്തരതോപി സുന്ദരതരാണ്. അപ്പോൾ എന്താ പറയണ, ഈ പിന്നെ ചണ്ടിന് മുണ്ടിനറിയോ? അസൗ ദേവി കാ അഭിജ്ഞായത. ആദ്യം ആ ദേവി ആരാന്ന് അങ്ങ് അറിയണം. എന്നിട്ട് അറിഞ്ഞാൽ പോരാ, ഗൃഹ്യതാം ച, പിടിച്ചു കൊണ്ട് പോരുകയും വേണം. ഹേ അസുരേശ്വര, അങ്ങ് രാജാവല്ലേ, അപ്പോൾ വിരോധമൊന്നുമില്ല സ്ത്രീകളെ പിന്നെ അപഹരിച്ചാലൊക്കെ. അതൊക്കെ പണ്ടൊക്കെ രാജാക്കന്മാർ എപ്പോഴും പതിവുണ്ട്, ഭംഗിയുള്ള സ്ത്രീകളെ എവിടെ കണ്ടാലും അപഹരിക്കും. അതിനുള്ള പിന്നെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അങ്ങനെയാണല്ലോ എന്നുള്ള നിലയ്ക്കാണ് പറയണത്. അങ്ങ് അസുര രാജാവല്ലേ, അതായത് രാജാവ് ആവുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ആരും ഇല്ലാണ്ടൊക്കെ നിൽക്കണുണ്ട പിടിച്ചു കൊണ്ടുവരാനുള്ള അധികാരമൊക്കെ അങ്ങക്കുണ്ടല്ലോ. എന്നാൽ പിന്നെ എന്താണ്, ഒരു കാര്യം പറയാം, ആരാന്നൊന്നും ഞങ്ങൾക്കറിയില്ല, എവിടുന്ന് വരുന്നു എന്നറിയില്ല, ആരാണ് അച്ഛനും അമ്മയും ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാരണം പറയാം, സ്ത്രീരത്നാണ്. അതായത് സ്ത്രീകളിൽ വെച്ചൊരു രത്നാണെന്ന് ഞാൻ പറയാം. അത്ര എനിക്കറിയുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീരത്നാണ്. സ്ത്രീകളിലത്തെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ത്രീ, അതല്ലേ സ്ത്രീരത്നം എന്ന് പറഞ്ഞ അർത്ഥം. സ്ത്രീരത്നാണ്. അതുകൊണ്ട് അങ്ങ് അത് അവരാരാന്ന് അറിയണം, എന്നിട്ട് അവളെ പിടിച്ചു കൊണ്ടുവരണം. അങ്ങക്ക് രാജാവായതുകൊണ്ട് അങ്ങനെ അപഹരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ
പിന്നെ എന്താണ് സ്ത്രീരത്നത്തിന്, അതായത് എത്ര ഇങ്ങനെയൊക്കെ പറയും നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയത്രേ, അതായത് സ്ത്രീകളെ ഏത് താണകുലത്തിൽ ജനിച്ചതാണെങ്കിലും നല്ല സൗന്ദര്യവും സൗശീല്യവും ഒക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ രാജാക്കന്മാർക്കൊക്കെ ഏത് താണകുലത്തിൽ ജനിച്ചതാണെങ്കിൽ ആ സ്ത്രീരത്നത്തെ സ്വീകരിക്കാം എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഇയാൾ പറയണത് രാജാവല്ലേ എന്നൊക്കെ. ഇനി അത് മാത്രമല്ല, അതിചാർവങ്കി, ഓരോ അവയവം എടുത്ത് നോക്കിയാലും അത് ഉത്തമമാണ്. എല്ലാ അവയവങ്ങളും ആകപ്പാടെ ഭംഗിയുണ്ടെന്ന് മാത്രമല്ല, ഓരോ അവയവത്തിനും ഏറ്റവും ഭംഗിയുള്ള സ്ത്രീയാണ്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ പറയുമല്ലോ ഒരു ആനച്ചന്ത ഉണ്ട്, പക്ഷെ കണ്ണത്ര ഒന്നല്ല, മൂക്കത്ര ഒന്നല്ല, എന്നാൽ ആകപ്പാടൊരു ആനച്ചന്ത. ഇത് ഭഗവതി അങ്ങനെയൊന്നുമല്ല, ഈ ദേവി അങ്ങനെയൊന്നുമല്ല. എങ്ങനെയാണ്? അതിചാർവങ്കി, അംഗപ്രത്യംഗം ഉത്തമാണ്, സർവാവയവ സുന്ദരിയാണ്. എന്നിട്ടോ അത് മാത്രമല്ല, ദ്വിഷ ദിശ ദ്യോതയന്തി, ഈ സ്വന്തം പ്രകാശം കൊണ്ട് 10 ദിക്കുകളെയും ഒരുപോലെ പ്രകാശിപ്പിക്കണുണ്ടേ. അതുകൊണ്ടാണ് സ്ത്രീരത്നാണെന്ന് പറഞ്ഞത്. ഒരു സാധാരണ സ്ത്രീയൊന്നുമല്ല. അങ്ങക്ക് പോയി പിന്നെ പിടിച്ചു കൊണ്ടുള്ള അധികാരമുണ്ട്. ഞാൻ വെറുതെ ഒരു സ്ത്രീ പോയി പൊക്കോളൂ എന്ന് പറയല്ല. ഇത് സ്ത്രീരത്നാണ്. എന്താ സ്ത്രീരത്നം പറയാൻ കാരണം വെച്ചാൽ, അംഗപ്രത്യംഗം എടുത്ത് നോക്കിയാലും സർവാവയവ സുന്ദരിയാണ്. അതിന് പുറമേ ഈ സ്ത്രീരത്നത്തിൻ്റെ ആ പ്രഭ കൊണ്ട് 10 ദിക്കുകളും പ്രകാശിക്കണു. അത്ര പ്രഭ ഉണ്ട്. 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കാൻ തക്കവണ്ണ പ്രഭയുള്ള ഒരു സ്ത്രീരത്നമാണ് അപ്പം അവിടെ ഇരിക്കണത്. തീർച്ചയായിട്ടും അതാരാന്നറിഞ്ഞ് ആ സ്ത്രീ പിടിച്ചു കൊണ്ടുവരാൻ അങ്ങക്ക് അധികാരമുണ്ട്. അങ്ങ് രാജാവല്ലേ എന്നാണ് പറയണത്. അതായത് ഒരു താണകുലത്തിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാം. ഇതങ്ങനെയൊന്നുമല്ലേ, സ്ത്രീരത്നാണ്. ആ സ്ത്രീരത്നത്തിൻ്റെ പ്രഭ കൊണ്ട് ദിക്കുകളടക്കം 10 ദിക്കുകളും പ്രകാശിക്കണു. അപ്പം പിന്നെ എന്തായാലും ആവാം എന്ന് പറയണം. അങ്ങനെ പിന്നെ സുംഭൻ്റെ അങ്ങനെ ആഗ്രഹത്തിനെ അങ്ങനെ വലുതാക്കി കൊളത്തുകയാണ്, ശരിക്കും ജ്വലിപ്പിക്കുകയാണ്. ആ കാമാഗ്നിയൊക്കെ ഈ ചണ്ടുമുണ്ടൻ്റെ വാക്കുകൾ സുംഭൻ്റെ കാമാഗ്നി ജ്വലിപ്പിക്കുന്നുണ്ടപ്പോൾ. ജ്ഞായതാം കാപ്യസൗ ദേവി ഗൃഹ്യതാം ചാസുരേശ്വര, പിടിച്ചു കൊടുന്നോളാൻ, ഗൃഹ്യതാം എന്നാ പിടിച്ചു കൊടുന്നോളാൻ. കാരണം അസുരന്മാരുടെ രാജാവല്ലേ അസുരേശ്വര. സ്ത്രീരത്നം അതിചാർവങ്കി ദ്യോതയന്തി ദിശസ്തിഷ, ദിക്കുകളെയൊക്കെ പ്രകാശിപ്പിക്കുന്നു. ദിശ എന്ന് പറഞ്ഞില്ലേ. ഇനി 2 വരിയായിട്ടൊരു ചെറിയ ഒരു ശ്ലോകം തന്നെ ആയിട്ടുണ്ട്. എന്താ അറിയോ? സാധു തിഷ്ഠതി ദൈത്യേന്ദ്ര താം ഭവാൻ ദ്രഷ്ടുമർഹതി. ഹേ ദൈത്യേന്ദ്ര, അതായത് സുംഭനോട് പറയാണ്, ദൈത്യ മഹാരാജാവേ, സാധു തിഷ്ഠതി, അവളിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. സാധു തിഷ്ഠതി, അവിടെ തന്നെ, അവിടുന്ന് പോയിട്ടില്ല, അവിടെ തന്നെ ഇരിക്കണ്ട, എനിക്ക് ഉറപ്പാണ്. താം ഭവാൻ ദ്രഷ്ടുമർഹതി, അങ്ങ് അവളെ കാണുന്ന വേണമെന്ന്. അങ്ങ് അവളെ കാണാൻ അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങ് അവളെ കാണേണ്ട തന്നെയാണെന്ന് പറയുകയാണ്. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അവളിപ്പോഴും അവിടെ ഉണ്ട്, അങ്ങ് വന്ന് കാണേണ്ട തന്നെയാണെന്ന് പറഞ്ഞു സുംഭനോട്. സാധു തിഷ്ഠതി ദൈത്യേന്ദ്ര താം ഭവാൻ ദ്രഷ്ടുമർഹതി. ഇനി 48. നൈവദേവി, ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഡിസ്ക്രിപ്ഷൻ ചണ്ടൻ്റെയും മുണ്ടൻ്റെയും. നൈവ ദേവി ന ഗന്ധർവി നാസുരി നച പന്നഗി ദൃഷ്ടപൂർവ ക്വചിന്നാരി ശ്രുതപൂർവാപി വാ പ്രഭോ. ആ സ്ത്രീ ഉണ്ടല്ലോ പിന്നെ രാജാവേ, ദേവി എന്ന ഏവ, ഒരു സാധാരണ ദേവിയൊന്നുമല്ല, ദേവന്മാരുടെ ഭാര്യമാരായിട്ടുള്ള ദേവിയൊന്നുമല്ല. പിന്നെയോ, അതായത് ദേവസ്ത്രീകളാണല്ലോ നമ്മൾ പറയുക വലിയ ഭംഗിയുള്ളത്. ദേവസ്ത്രീ അപ്സരസ്സുകളൊക്കെ അല്ലേ നമ്മൾ, ദേവസ്ത്രീകളല്ലേ നമ്മൾ പറയുക വലിയ ലലനാമണികളെന്നൊക്കെ പറയുമല്ലോ നമ്മൾ. പക്ഷേ ഇത് ദേവസ്ത്രീ ഒന്നുമല്ല, അതിനേക്കാൾ എത്രയോ അധികം ഭംഗിയുണ്ട്. ദേവിയല്ല, ദേവി എന്ന ഏവ, ദേവിയല്ല. എന്നാൽ പിന്നെ ഇന്ന് ഗന്ധർവ സ്ത്രീകളാണോ? നല്ല ഭംഗിയുള്ളവർ തന്നെയാണ് ഗന്ധർവ സ്ത്രീകൾ എന്ന് കേട്ടിട്ടുണ്ട്. ഗന്ധർവ സ്ത്രീയോ അല്ല. മാത്രമല്ല ഈ ഗന്ധർവ സ്ത്രീകൾ പാടും, ആൾക്കാരെ പിന്നെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ വളരെ പിന്നെ വശീകരിക്കാൻ കഴിവുള്ളവരാണെന്നൊക്കെ
നമ്മളെ കഥയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഗന്ധർവിയാണോ? അല്ല, ഗന്ധർവ സ്ത്രീ അല്ല. പിന്നെയോ ഇതുപോലെ ഭംഗിയുള്ള ഒരു ഗന്ധർവ സ്ത്രീ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു ഭംഗിയുള്ള ഒരു ദേവസ്ത്രീയും കണ്ടിട്ടില്ല. എന്നാൽ പിന്നെയോ എന്നാൽ ആസുര സ്ത്രീ അല്ല എന്തായാലും. എന്നാൽ അസുര സ്ത്രീ അല്ല. അസുര സ്ത്രീകൾക്കും ഇങ്ങനെ പിന്നെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഈ വശീകരണ ശക്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അസുര സ്ത്രീ അല്ല, ഉറപ്പാണ്. പിന്നെയോ എന്നുവെച്ചാൽ പന്നക സ്ത്രീ അല്ല. പന്നകികൾ നല്ല ഭംഗിയുള്ളവരൊക്കെ ഉണ്ടെന്ന് പറയും, അതുമല്ല, പന്നകിയല്ല. എന്നാൽ പിന്നെ ഇതുപോലെ ഞങ്ങൾ ഒരാളെ കണ്ടിട്ടില്ല. താദൃശി നാരി ക്വചിത് ന ദൃഷ്ടപൂർവ. ഇതുപോലൊരു സ്ത്രീയെ മുമ്പ് ക്വചിത് ന ദൃഷ്ട ഒരിക്കലും കണ്ടിട്ടില്ല. ആരാന്ന് ഞങ്ങൾക്കറിയില്ല. ദേവിയല്ല, ഗന്ധർവ സ്ത്രീയല്ല, പിന്നെ കിന്നര സ്ത്രീയല്ല, പിന്നെ എന്താണ് അസുര സ്ത്രീയല്ല. ഒന്ന് മാത്രം പറയാം, ഇതുപോലൊരു നാരി അതായതാണ് താദൃശി നാരി. ഇതുപോലൊരു സ്ത്രീയെ ക്വചിത് ഒരിക്കലും ന ദൃഷ്ടപൂർവ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. മാത്രമല്ല ശ്രുതപൂർവ അപി വന്ന ഇങ്ങനൊരു ആളെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല, കണ്ടിട്ടില്ല എന്നല്ല, വേറൊരാൾ പറഞ്ഞ് അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. എത്ര പറഞ്ഞാലും തീരുന്നില്ല അല്ലേ? ദേവിയല്ല, ഗന്ധർവ സ്ത്രീയല്ല, അസുര സ്ത്രീയല്ല, പന്നക സ്ത്രീയല്ല. ഇതുവരെ ഞങ്ങൾ ഇങ്ങനൊരു സ്ത്രീയെ കണ്ടിട്ടില്ല, ഇതുവരെ ഇങ്ങനൊരു സ്ത്രീയെ പറ്റി കേട്ടിട്ടുമില്ല എന്ന് ചുരുക്കം. എന്താ കഥ? അപ്പോൾ വല്ലാത്തൊരു സ്ത്രീയാണെന്ന് മനസ്സിലായില്ലോ ചണ്ടുനും, അല്ല സുംഭന്. നൈവദേവീ ന ഗന്ധർവീ നാസുരീ ന ച പന്നകീ ദൃഷ്ടപൂർവ ക്വചിന്നാരി ശ്രുതപൂർവാഭിവാ പ്രഭോ. ഇനി കാമാഗ്നിയെ ശരിക്കും ജ്വലിപ്പിക്കേണ്ടതൊക്കെ പറഞ്ഞിട്ടല്ലേ. ഇനി 49. ത്രൈലോക്യേയാഃ സുചാർവംഗ്യഃ ഹാവഭാവസമന്വിതാഃ ആദായ തിലശസ്താസാം നിർമ്മിതാ സ്ത്രീസ്തിലോത്തമ. എന്താ പറയണറിയോ? ത്രൈലോക്യ സുചാർവംഗ്യ, അതായത് 3 ലോകത്തിലും ത്രൈലോക്യ ഏറ്റവും ഭംഗിയുള്ള സുചാർവംഗ്യ, ഈ 3 ലോകത്തിലത്തെയും ഏറ്റവും ഭംഗിയുള്ള ഹാവഭാവസമന്വിതായാഹ ഈ 3 ലോകത്തിലും ഏറ്റവും ഭംഗിയുള്ള അവയവങ്ങളോട് കൂടിയ അല്ലെങ്കിൽ നോട്ടങ്ങളോടോ എല്ലാം കൊണ്ടും ഭംഗിയുള്ള നാരിമാരാരൊക്കെയുണ്ടോ താസാം തിലശഃ ആദായ തിലോത്തമാ സ്ത്രീ നിർമ്മിത. അതായത് തിലോത്തമ എന്ന് പറഞ്ഞ അപ്സര സ്ത്രീയെ എങ്ങനെയാണ് നിർമ്മിച്ചെന്നാ പറയാറിയോ? ഈ ലോകത്തിലുള്ള എല്ലാ സുന്ദരിമാരുടെയും സൗന്ദര്യത്തിൻ്റെ എസൻസിൻ്റെ ഒരു എള്ളിൻ്റെ അത്ര ഒരു അംശം എടുത്ത് നിർമ്മിച്ചതാണ് അത്ര തിലോത്തമേ. അതായത് ഈ അപ്സര സ്ത്രീയായിട്ടുള്ള തിലോത്തമ ഏറ്റവും ഭംഗിയുള്ള ഉർവശി തിലോത്തമയൊക്കെയാണല്ലോ നമുക്കറിയാമല്ലോ. ആ തിലോത്തമ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കണേ പറയാണ് ചണ്ടിനും മുണ്ടിനെ. ആ തിലോത്തമ എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. ഈ ലോകത്തിലത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീകളുടെ എല്ലാ സ്ത്രീകളുടെയും സൗന്ദര്യത്തിൽ നിന്നും എള്ളോളം അംശം, തില എന്ന് പറഞ്ഞ എള്ളല്ലേ, അവരുടെയൊക്കെ സൗന്ദര്യത്തിൻ്റെ എള്ളോളം അംശം എടുത്ത് എല്ലാം കൂട്ടിച്ചേർത്താൽ ആ എസൻസ്, സൗന്ദര്യത്തിൻ്റെ എസൻസ് മുഴുവൻ എടുത്ത് എല്ലാവരുടെയും എസൻസ് എടുത്ത് എല്ലാവരുടെയും കുറേശ്ശെ എടുത്തിട്ട് എള്ളോളം എടുത്തിട്ട് ഒരു സ്ത്രീ നിർമ്മിച്ചതാണ് തിലോത്തമ എന്നുള്ള അതിസുന്ദരിയായിട്ട് സ്ത്രീ. അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, തിലോത്തമ അങ്ങനെയാണെന്ന്. എല്ലാ ലോകത്തിലത്തെ ഏറ്റവും സൗന്ദര്യ സ്ത്രീകളെ സൗന്ദര്യത്തിൻ്റെ അംശം എടുത്ത് നിർമ്മിച്ചതാണ് തിലോത്തമ. ത്രൈലോക്യേയാ സുചാർവംഗ്യ ഹാവഭാവസമന്വിതാഃ ആദായ തിലശസ്താസാം, അവരുടെ എള്ളിൻ്റെ അത്ര കുറച്ച് കൊടുത്തിട്ട് നിർമ്മിത സ്ത്രീ തിലോത്തമ. എന്നാൽ ഈ അവിടെ ഇരിക്കുന്ന സ്ത്രീ എന്താ തിലോത്തമൻ പോരെയല്ല, എന്താ പറയണേ? തിലോത്തമ സഹസ്രാണം തിലാംശേന വിനിർമ്മിത ഭ്രാജതേ പർവതസ്യാഗ്രേ ഡോളമാരുഹ്യ കാഞ്ചനീം
എന്നാൽ തിലോത്തമ സഹസ്രാണാം, അങ്ങനത്തെ ആയിരക്കണക്കിലുള്ള തിലോത്തമന്മാരുടെ സൗന്ദര്യത്തിൻ്റെ തിലാംശം എടുത്ത് നിർമ്മിച്ചതാണ് അവിടെ ഇരിക്കുന്ന സ്ത്രീ. തിലോത്തമ തന്നെ എല്ലാ സ്ത്രീകളുടെയും സൗന്ദര്യത്തിൻ്റെ സത്തെടുത്ത് നിർമ്മിച്ചതാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിലെ തിലോത്തമന്മാരുടെ സൗന്ദര്യത്തിൻ്റെ സത്തെടുത്ത് നിർമ്മിച്ചതാണ് ഞങ്ങൾ അവിടെ കണ്ട ദേവീന്ന്. ആ ദേവിയാണ് എന്ത്, സാ പർവ്വതസ്യാഗ്രേ, ആ പർവ്വതത്തിൽ, ഹിമാലയ പർവ്വതത്തിൽ ആ ദേവിയാണ് കാഞ്ചനീം ഡോളാം ആരുഹ്യ, പൊന്നൂഞ്ഞാൽ ആടിക്കൊണ്ട് ഭ്രാജത്തെ വിരാജിക്കുന്നു, അല്ലെങ്കിൽ വിളങ്ങുന്നു, അല്ലെങ്കിൽ പ്രകാശിച്ചവിടെ നിൽക്കണമെന്ന്. എന്താ ഇനി പറയാനുള്ളത്? ഇതിലും ഒരു ഭംഗിക്കൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ? 1000 തിലോത്തമന്മാരുടെ ഭംഗിയുടെ എസൻസ് എടുത്ത് നിർമ്മിച്ച സ്ത്രീയാണ് സുംഭര മഹാരാജാവേ. ആ ഹിമാലയ പർവ്വതത്തിൽ പൊന്നൂഞ്ഞാലും ആടി അവിടെ പ്രകാശിച്ചിരിക്കണത്, ദിക്കുകളെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കണ അത്ര ഭംഗിയാണെന്ന് പറഞ്ഞു. 1000 തിലോത്തമന്മാരുടെ ഭംഗി. തിലോത്തമ സഹസ്രാണം തിലാംശേന വിനിർമ്മിത ഭ്രാജതേ പർവ്വതസ്യാഗ്രേ ഡോളമാരുഹ്യ കാഞ്ചനീം. ഡോളം ഊഞ്ഞാൽ, എങ്ങനത്തെ ഊഞ്ഞാൽ? സ്വർണ്ണ ഊഞ്ഞാലാടി അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ എന്താണ്, ഭ്രാജതയെന്ന് പറഞ്ഞു, പ്രകാശിച്ചും കൊണ്ടിരിക്കണു ആ പർവ്വതത്തിലാണ്. അപ്പം നമുക്ക് ഇത് വായിച്ച് നിർത്താട്ടോ. അല്ല, വായിച്ചല്ലോ. അപ്പോൾ ഭ്രാജതേ പർവ്വതസ്യാഗ്രേ ഡോളമാരുഹ്യ കാഞ്ചനീം എന്ന് പറഞ്ഞ് നമുക്ക് 50 കഴിഞ്ഞ് ഇവിടെ നിർത്താം. അങ്ങനെ മുഴുവനേ ആയിട്ടില്ല കേട്ടോ, ഇനി കുറച്ചും കൂടി ഉണ്ട് ഡിസ്ക്രിപ്ഷൻ. അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ദുർഗായൈ നമഃ.